കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോരോ തിരക്കുകൾ കൊണ്ടേ വീഡിയോ ഒന്നും ഇടാൻ സമയം കിട്ടുന്നില്ല. ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ അഭിപ്രായം കൂടി പറയണം കേട്ടോ. ഇന്ന് നമുക്ക് നല്ലൊരു ഒഴിച്ചുകറി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള ഒരു കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ വെച്ച് ഒരുപാട് കറികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പരിപ്പിലിട്ട് വെക്കാറുണ്ട്, മോരുകറിയൊക്കെ തയ്യാറാക്കാറുണ്ട്. പിന്നെ എന്താണ് ഇപ്പോൾ കുമ്പളങ്ങ വെച്ചൊരു കറി എന്നല്ലേ? എല്ലാവരും കണ്ടു നോക്കൂ. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ്. നല്ല കുറുകിയ ചാറിൽ ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കുഞ്ഞു കഷ്ണം കുമ്പളങ്ങ മതി കേട്ടോ. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഉൾഭാഗത്തെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. വലിയ കഷ്ണങ്ങളായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടി നന്നായിട്ടൊന്ന് വേവിച്ച് കുറച്ചും കൂടി സമയമെടുത്ത് അരപ്പൊക്കെ ചേർക്കണം. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതേ പാകത്തിനുള്ള കുമ്പളങ്ങയാണ് കേട്ടോ. ചെറുതുമല്ല, മൂക്കാത്തതുമല്ല, എന്നാൽ നല്ല വിളഞ്ഞതുമല്ല. കണ്ടില്ലേ? ഇതേപോലത്തെ കുമ്പളങ്ങയാണ് എടുക്കേണ്ടത്. ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വളരെ നൈസല്ല, ഒരു അത്യാവശ്യം കനത്തിലൊക്കെ ആവണം കേട്ടോ. കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുമ്പളങ്ങ കഷ്ണങ്ങൾ ഒരു കടായിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു വലിയ തക്കാളിയുടെ ഒരു പകുതി ഭാഗമാണ് കട്ട് ചെയ്തത്. കുഞ്ഞിതാണെങ്കിൽ അത് ഫുള്ളായിട്ട് ഇടണം കേട്ടോ. ഇനി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് അധികം വേണമെന്നില്ല. 2 എരിവുള്ള പച്ചമുളക് നെടുകെ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്തു. നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എരിവൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. കൂടുതൽ ഇരുന്നാലും ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചെയ്യണം. പാകത്തിന് ഉപ്പും കൂടി ചേർത്തു. ഉപ്പ് ചേർക്കുമ്പോൾ കുമ്പളങ്ങയിലേക്കൊക്കെ പിടിക്കുന്ന പാകത്തിന് വേണം ചേർക്കാനേ. പിന്നീട് നമ്മൾ അരപ്പൊക്കെ ചേർക്കുമ്പോൾ കൂടിയിരുന്നാലും അതിലേക്കൊക്കെ മിക്സ് ആയിക്കോളും. എന്നാലും കഷ്ണങ്ങൾ വേവുമ്പോൾ ഉപ്പ് പിടിച്ചിരിക്കണം. അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്തിട്ട് പാകത്തിന് വെള്ളവും കൂടി ഒഴിക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, അരപ്പൊക്കെ ചേർക്കുന്നതാണ്. കഷ്ണങ്ങൾ വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് നല്ലൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് അത്യാവശ്യം വിളഞ്ഞ തേങ്ങ നൈസായിട്ടൊന്ന് ചിരവിയെടുക്കണം. നൈസായിട്ട് ചിരവണത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് വറുത്തെടുക്കണം കേട്ടോ. നല്ല പാകത്തിന് ഒരേപോലെ വറുത്തെടുക്കണം. എന്നാലാണ് അരപ്പൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കറിയിലേക്ക് ചേർക്കാൻ പറ്റുള്ളൂ. നല്ലപോലെ ഒന്ന് സിമ്മിലിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പാകത്തിന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർത്തത്. ഒരു വെളുത്തുള്ളി അല്ലി വേണമെങ്കിലും ചേർക്കാം, ഓപ്ഷണലാണ്. ഇനി ജീരകത്തിൻ്റെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ജീരകമോ അല്ലെങ്കിൽ പെരിഞ്ജീരകമോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിതൊന്നും ചേർത്തിട്ടില്ല. വേണ്ടവർക്ക് ഒരു അല്പം ചേർക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല ഫ്ലേവറൊക്കെ വരും. നമ്മൾ അരപ്പ് തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുമല്ലോ വറുത്ത് കിട്ടുമ്പോൾ. അത്യാവശ്യം മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. വറുക്കാത്ത പൊടിയാണ്, പച്ചപ്പൊടി ആയതുകൊണ്ട് അതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. തേങ്ങയുടെ ചൂടിൽ തന്നെ ഇത് മൂത്ത് വരും. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് തണിയുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ സമയം കുമ്പളങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? നല്ലപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അരപ്പ് കുറച്ച് തിക്കായിരുന്നു, അതുകൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഇതിലേക്ക് മിക്സ് ആക്കിയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നാൽ കൂടുതൽ വേണ്ട കേട്ടോ. ഒരല്പം വെള്ളത്തോടെ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് ഒരല്പം പുളി ചേർക്കണം കേട്ടോ. വാളംപുളിയാണ്. ഒരല്പം വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ ജ്യൂസും കൂടി ചേർക്കാം. കൂടുതൽ പുളി വേണ്ട, ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം. എന്നാലും അത്രയ്ക്ക് വേണ്ട. എന്നാൽ ഒരു പുളിയുടെ ടേസ്റ്റും കൂടി വേണം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് തിളപ്പിക്കണം. ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്തു കേട്ടോ. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. പുളിയുടെ ചുവയും നമ്മൾ വറുത്തരച്ചതാണെങ്കിൽ കൂടി ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം കറി ഓഫ് ചെയ്യാം. കുറച്ച് സമയം ഇരുന്നാൽ ഇത് നന്നായി കുറുകി വരും കേട്ടോ. കണ്ടില്ലേ? ഉപ്പൊക്കെ പാകുണ്ടോയെന്നൊക്കെ നമുക്കിപ്പോൾ നോക്കാം. എരിവൊക്കെ അവരവരെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു താളിപ്പും കൂടി വേണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്
വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി തന്നെ ചേർക്കണം കേട്ടോ. ഞാൻ കുറച്ച് സവോള ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും നന്നായിട്ടൊന്ന് ചേർത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരല്പം തണിഞ്ഞിട്ട്, അല്ലെങ്കിൽ ചൂടോടെ ആയാലും ടേസ്റ്റാണ്. ഒരല്പം തണിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കുറുകി വരും. കുറുകിയിട്ട് വേണ്ടവർക്ക് കേട്ടോ. ഇതാ നോക്കൂ, ഇറച്ചിക്കറിയുടെ പോലെ ഉണ്ട് അല്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.